ഹേ ഗായ്സ്, അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ കൊല്ലം ബീച്ചിലോട്ടൊന്ന് ഇറങ്ങി. അങ്ങനെ പിന്നെ നല്ല വെയിലുണ്ടായിരുന്നു. ഞങ്ങൾ ഇറങ്ങിയ 5 മണി ടൈമിലായിരുന്നു. എന്നിട്ട് നല്ല അടിപൊളി വെയിലുണ്ടായിരുന്നു. പിന്നെ ഗുൽഗണ്ട് മറ്റേ പുഡിംഗ് ഉണ്ടല്ലോ, അത് കഴിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ പഴം, പിന്നെ ഡേറ്റ്സ്, കുറേ നട്ട്സ്, പിന്നെ വാനിലയും പിസ്തയും കൂടെ മിക്സ് ചെയ്താണ് ഒരു ഐസ്ക്രീമാണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. എനിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ കൊല്ലം ബീച്ചിൽ പോകുമ്പോൾ ട്രൈ ചെയ്യണം. അടിപൊളി ഐറ്റമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പിലിട്ട കുറേ മാങ്ങ ഉണ്ടായിരുന്നു. മാങ്ങ, പൈനാപ്പിൾ, നെല്ലിക്ക, പിന്നെ കുറേ കളിപ്പാട്ടക്കട. ഞാൻ പിന്നെ പൈനാപ്പിൾ മേടിച്ച് കഴിച്ചു. പിന്നെ കുട്ടികളിങ്ങനെ പട്ടമൊക്കെ ഇങ്ങനെ പറത്തുന്നുണ്ടായിരുന്നു. പിന്നെ ചായ ഇല്ലാതെ എന്ത് ബീച്ച്. പിന്നെ മുട്ട ബജിയും മുളക് ബജിയും ചായയൊക്കെ മേടിച്ച് ഞങ്ങൾ കഴിച്ച്. ബീച്ചിൻ്റെ ആ സൈഡിലൊക്കെ ചായയൊക്കെ നല്ല കുരുമ കിട്ടുന്ന ഒരു ഫീലുണ്ടല്ലോ, അടിപൊളിയായിരുന്നു. നാളെ ഞങ്ങൾ പോയപ്പോൾ ഫുൾ അവിടെ പരുന്തായിരുന്നു. കാരണം പരുന്ത് നമ്മൾ വേറെ പോയിരിക്കും. ഇപ്രാവശ്യം വലുതായിട്ട് പരുന്തൊന്നും ഇല്ലായിരുന്നു. പിന്നെ മഴ പെയ്തിങ്ങനെ കിടക്കുന്നതുകൊണ്ട് തിരമാലകൾ ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് അങ്ങോട്ടൊന്നും വലുതായിട്ട് ഇറങ്ങാനൊന്നും പറ്റിയില്ല. എനിക്കാണെങ്കിൽ കാല് നനയ്ക്കാമെന്നുണ്ടായിരുന്നു. പിന്നെ കാല് നനച്ചിട്ട് തിരിച്ച് ഇങ്ങോട്ട് കയറി വരുന്ന ആലോചിക്കുമ്പോഴാണ്. പിന്നെ ഞാനാണെങ്കിൽ കുറേ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്ത് അതൊക്കെ കഴിഞ്ഞാണെങ്കിൽ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് എൻ്റെ കാലാണെങ്കിൽ അങ്ങ് നനഞ്ഞത് ഇങ്ങോട്ട് കയറി വന്ന് കടലമ്മ കള്ളി എന്ന് വിളിക്കുമ്പോൾ ഈ തിരമാല നമ്മൾ അടുത്തോട്ട് വരും എന്നാണല്ലോ പറയുന്നത്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് കുറേ വട്ടം പറയുന്നുണ്ടായിരുന്നു. അവസാനം അതെൻ്റെ അടുത്തോട്ട് വന്നു. ഞാൻ പിന്നെ കുറച്ച് കാല് നനയ്ക്കാമെന്ന് വിചാരിച്ച് അങ്ങ് നനച്ച്. എന്നാലും ബീച്ചിൽ പോയതല്ലേ, ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. തിരമാലകൾ ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ ലൈഫ് ഗാർഡ് ഉണ്ടായിരുന്നു. അവരൊന്ന് ആൾക്കാരെയൊക്കെ ഇവിടുന്നൊക്കെ മാറ്റുന്നുണ്ടായിരുന്നു. കാരണം ഇങ്ങനെ തിര അടിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കടലയൊക്കെ മേടിച്ച് അവിടുന്ന് അത് കഴിച്ച്. പിന്നെ ചെറിയൊരു മഴക്കോളുണ്ടായിരുന്നു. പിന്നെ അതെന്തായാലും മാറി. ക്ലൈമറ്റൊക്കെ ഒന്ന് മാറാനായിട്ട് തുടങ്ങി. ഇഷ്ടംപോലെ പിള്ളേരൊക്കെ വന്നിട്ട് ഈ പല കളറുള്ള പട്ടമൊക്കെ മേടിച്ച്. പിന്നെ ഈ വെറൈറ്റി മിഠായി ഉണ്ടായിരുന്നു. നമ്മൾ പണ്ടത്തെ പെൻസിൽ മിഠായി, പുളി മിഠായി, തേങ്ങാ മിഠായി. എന്തെന്നാൽ ഞാൻ തേങ്ങാ മിഠായി എടുത്ത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുളി മിഠായി ഒന്നും വാങ്ങിച്ചില്ല. ഇതൊക്കെ കണ്ടപ്പം നൊസ്റ്റാൾജിക് ഫീല്. കാരണം പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഇതൊക്കെ എന്തോരം മേടിച്ച് കഴിച്ചിട്ടുണ്ട്. പിന്നെ ഇത് വാങ്ങിച്ചില്ല. തേങ്ങാ മിഠായി എൻ്റെ ഫേവറേറ്റ് ആയിട്ട് പിന്നെ അത് മേടിച്ച്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് റാഹത്തിലോട്ടാണ്. അവിടെ നിന്ന് നല്ല അടിപൊളി ആംബിയൻസും പിന്നെ നല്ല കിടിലൻ ഫുഡുമാണ്. പിന്നെ ഞാൻ ക്വാർട്ടർ മന്തിയാണ് ഓർഡർ ചെയ്തത്. പിന്നെ അത് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് റാഹത്തിലെ മന്തി ഭയങ്കര ഇഷ്ടമാണ്. അടിപൊളി അവിടുത്തെ സർവീസും എല്ലാം. പിന്നെ കൂടെ മാംഗോ ജ്യൂസ് ഉണ്ടായിരുന്നു. നോ ഷുഗർ, നോ ഐസ്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ വന്ന്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.